നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ജർമ്മനിക്ക് ഞെട്ടിക്കുന്ന തോൽവി. ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇക്വഡോറിനോടാണ് ജർമ്മനി തോറ്റത്. അതും 1-2 ഗോളുകൾക്ക്. ഇതോടെ ഇക്വഡോറിൻ്റെ അതിഗംഭീര അട്ടിമറിയിലൂടെ ഇക്വഡോർ 2006 ശേഷം ഇതാദ്യമായി ലോകകപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ജർമ്മനി നേരത്തെ തന്നെ നോക്കൗട്ടിൽ എത്തിയിരുന്നു. ജർമ്മനി 12 വർഷത്തിന് ശേഷമാണ് നോക്കൗട്ടിൽ എത്തിയിരുന്നത്. പക്ഷേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇക്വഡോറിനോട് തോറ്റു എന്നത് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻസൾട്ടിംഗ് ആണ്, അപമാനകരമാണ്. എന്തായാലും ഒരു തോൽവിയോടെയാണ് ജർമ്മനി നോക്കൗട്ടിലേക്ക് പോകുന്നത്. അതേസമയം ഇക്വഡോർ വലിയ ആത്മവിശ്വാസത്തോടെ, ജർമ്മനിയെ പോലെ വലിയൊരു ടീമിനെ അട്ടിമറിച്ചതിൻ്റെ ആത്മവിശ്വാസത്തോടെയാണ് നോക്കൗട്ട് സ്റ്റേജിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കളിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. കളിയുടെ 2ാമത്തെ മിനിറ്റിൽ തന്നെ സെയിനിലൂടെ ജർമ്മനി മുന്നിലെത്തിയതാണ്. കളി തുടങ്ങി 2 മിനിറ്റേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ സെയിൻ ഗോളടിച്ചതാണ്. എന്നാൽ ആ ലീഡ്, ജർമ്മനിയുടെ ആ ലീഡ് ഒരുപാട് നേരം നിന്നില്ല. 9ാമത്തെ മിനിറ്റിൽ, 7 മിനിറ്റിന് ശേഷം 9ാമത്തെ മിനിറ്റിൽ ആംഗുലോയിലൂടെ ഇക്വഡോർ ഒപ്പമെത്തി. ആംഗുലോ ഗംഭീരമായൊരു ഗോളിലൂടെ ഇക്വഡോറിനെ ജർമ്മനിയുടെ ഒപ്പം എത്തിച്ചു. പിന്നീട് ആദ്യ പകുതിയിൽ ഒരു ഗോളും വീണില്ല. പരസ്പരം പ്രത്യാക്രമണങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ഒരു ഗോളും വീണില്ല. 2ാം പകുതിയുടെ തുടക്കത്തിലും ഇരു ടീമുകളും ആക്രമിച്ച് കളിച്ചെങ്കിലും ഗോളടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 77ാമത്തെ മിനിറ്റിൽ പ്ലാറ്റയുടെ ഗംഭീര ഗോളിലൂടെ ഇക്വഡോർ ജർമ്മനിക്ക് മേൽ 2-1 എന്ന മുൻതൂക്കം നേടി. പിന്നീട് ജർമ്മനി ഇതും വെച്ച് പ്രത്യാക്രമണം നടത്തിയെങ്കിലും എല്ലാം പുറത്തെടുത്ത് ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും ഇക്വഡോറിനെതിരെ ഗോളടിക്കാനായില്ല. അങ്ങനെ ജർമ്മനി അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. 1-2 ഗോളുകൾക്ക് ഇക്വഡോറിനോട് തോറ്റിരിക്കുന്നു.